നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വർണം, പണം മുതലായവയാണ് കള്ളന്മാർ കൂടുതലായും മോഷ്ടിക്കാറുള്ളത്. വ്യത്യസ്തമായ ഒരു മോഷണം നടത്തി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് ഇപ്പോൾ കള്ളന്മാർ. മോഷണങ്ങളെ സംബന്ധിക്കുന്ന നിരവധി വീഡിയോകളും വാർത്തകളും സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടാറുണ്ട്. ഇതിൽ പലതും ഏറെ രസകരമായ വാർത്തകളായിരിക്കും. ഇത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കള്ളൻ മോഷ്ടിച്ചത് സ്വർണവും വെള്ളിയുമൊന്നുമായിരുന്നില്ല. ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാഡ്ബറി ചോക്ലേറ്റുകളും കിറ്റ്കാറ്റ്, കാർബറി, കെൻഡർ തുടങ്ങിയ ചോക്ലേറ്റുകളുമാണ്. കിറ്റ്കാറ്റ്, കാർബറി, കെൻഡർ തുടങ്ങിയ ചോക്ലേറ്റുകൾ മോഷ്ടിക്കുന്ന കള്ളന് 1 വർഷം തടവ് ശിക്ഷയും പിഴയും വിധിച്ചിരിക്കുകയാണ് കുവൈറ്റ് കോടതി. സാലിമിയയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സഹകരണ സംഘത്തിന്റെ ബ്രാഞ്ചിൽ നിന്നാണ് 377 കുവൈറ്റി ദീനാർ വിലയുള്ള 23 കാർട്ടൺ കിറ്റ്കാറ്റും 20 കാർട്ടൺ കാഡ്ബറിയും 12 കാർട്ടൺ കെൻറ്റും പ്രതി മോഷ്ടിച്ചു വന്നിരുന്നത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാ വകുപ്പുകളുടെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ നീക്കത്തിനൊടുവിലാണ് പ്രതി പിടിയിലാകുന്നത്. സമാന കേസുകളിൽ മുമ്പും പിടിയിലകപ്പെട്ടത് പരിഗണിച്ച കോടതി സുരക്ഷാ ക്യാമറകളുടെ വീഡിയോ ഫൂട്ടേജുകളും പ്രതിയുടെ തന്നെ കുറ്റസമ്മതവും പരിഗണിച്ച് 1 വർഷം തടവിന് വിധിക്കുകയായിരുന്നു. സമാനമായ മറ്റൊരു കള്ളനാണ് 32-കാരനായ ജോബി പോൾ. 2 ലക്ഷം മിഠായി മോഷ്ടിച്ചാണ് ജോബി വൈറലാകുന്നത്. വ്യത്യസ്തമായ മോഷണം നടന്നത് UK-യിലാണ്. 32 ലക്ഷം രൂപയുടെ കാഡ്ബറി ചോക്ലേറ്റാണ് ഇയാൾ മോഷ്ടിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 11-ന് ടെൽഫോർഡിലെ സ്റ്റാഫോർഡ് പാർക്കിലെ ഒരു ഫാക്ടറിയിൽ അതിക്രമിച്ചു കയറി $40,000 $32,79,720 രൂപ വിലമതിക്കുന്ന കാഡ്ബറി ക്രീം മിഠായിയാണ് ഇയാൾ മോഷ്ടിച്ചത്. സംഭവത്തെ തുടർന്ന് ജോബിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. കേസിൽ ജോബിക്ക് 1.5 വർഷം ശിക്ഷയും വിധിച്ചിരിക്കുകയാണ് കോടതി. 2 ലക്ഷം ചോക്ലേറ്റ് മോഷ്ടിക്കാൻ വാഹനവുമായാണ് ഇയാൾ പോയത്. മിഠായി കടയിൽ അതിക്രമിച്ചു കയറി എന്തിനാണ് ഇയാൾ മോഷണം നടത്തിയത് എന്ന കാര്യം വ്യക്തമല്ല. കാഡ്ബറി ഫാക്ടറിയിൽ കയറി മോഷണം, വ്യവസായ യൂണിറ്റിൽ നാശനഷ്ടമുണ്ടാക്കൽ, ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിക്കൽ എന്നിവ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.